സെക്രട്ടേറിയറ്റിലെ ഇടത് ജീവനക്കാർ ഏറ്റുമുട്ടുകയാണ്. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇത് മൂന്നാമത്തെ തവണയാണ് ഇങ്ങനെ ഇടത് ജീവനക്കാർ അഴിഞ്ഞാടി ഏറ്റുമുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സെക്രട്ടേറിയറ്റ് ക്യാന്റീനിൽ CPM അനുകൂല ജീവനക്കാർ തമ്മിൽ സംഘർഷം പതിവാകുകയാണ്. ആഹാരം കഴിക്കാനെത്തിയ ട്രഷറി ജീവനക്കാരനും സെക്രട്ടേറിയറ്റ് ജീവനക്കാരനും തമ്മിലാണ് ആദ്യം ഏറ്റുമുട്ടലുണ്ടായത്. വെള്ളമില്ലാത്തതിന്റെ പേരിൽ ട്രഷറി ജീവനക്കാരനായ അമലാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ പറയുന്നു. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലറിഞ്ഞ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ പിന്നീട് ഈ ജീവനക്കാർ മാധ്യമപ്രവർത്തകർക്ക് നേരെയും പരാക്രമം അഴിച്ചുവിട്ടു. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പകർത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഇരുകൂട്ടരും ഭീഷണി മുഴക്കി. തർക്കം ചിത്രീകരിച്ചാൽ ക്യാമറ അടിച്ചു പൊട്ടിക്കുമെന്നായിരുന്നു ജീവനക്കാരന്റെ ഭീഷണി. തുടർന്ന് പേര് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ കൂടുതൽ ഭീഷണിയുമായി ഇയാൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു. മീഡിയ വൺ റിപ്പോർട്ടർ മുഹമ്മദ് ആഷിഖ്, ക്യാമറാമാൻ സിജോ സുധാകരൻ, ഡ്രൈവർ സജിൻ ലാൽ എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. സംഭവത്തിൽ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിലും ഭീഷണിപ്പെടുത്തിയതിലും പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റ് വളപ്പിലും പരിസര പ്രദേശങ്ങളിലും ഈ വർഷം ഇത് 4ാമത്തെ തവണയാണ് ഇടത് സംഘടനാ ജീവനക്കാർ പരസ്പരം ഏറ്റുമുട്ടുന്നത്. സംഘടനാ തിരഞ്ഞെടുപ്പ് മുതൽ ഗ്രൂപ്പ് പോര് വരെ ഇവരുടെ കയ്യാങ്കളിക്ക് കാരണമായി തീർന്നിട്ടുള്ളതായി സൂചനയുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ക്യാന്റീനിലെ വെള്ളത്തിന്റെ പേരിലുള്ള പുതിയ സംഘർഷം കൂടി വരുന്നത്.